വചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിച്ച് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. ജോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല, ഒരു മനുഷ്യനോടും മുഖസ്തുതി പറയുകയില്ല. മുഖസ്തുതി പറയുവാൻ എനിക്കറിഞ്ഞുകൂടാ, പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് തൻ്റെ ജീവിതത്തെ പരിശോധിച്ചിട്ട് ജോബ് കുറിച്ചു വയ്ക്കുന്ന വചനഭാഗമാണ്. ഞാൻ ആരോടും പക്ഷപാതം കാണിക്കുകയില്ല, ഒരു മനുഷ്യനോടും മുഖസ്തുതി പറയുകയില്ല. മുഖസ്തുതി പറഞ്ഞാൽ പറയുവാൻ എനിക്കറിഞ്ഞുകൂടാ, അത് പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവ് എന്നെ വേഗം നശിപ്പിക്കും. ദൈവം വെറുക്കുന്ന ഒരു വലിയൊരു പാപത്തെ ജോബ് ഗൗരവമായി തൻ്റെ ജീവിതത്തിൽ എടുത്തതുകൊണ്ട് സഹനങ്ങളും തകർച്ചകളും വന്നിട്ടും ജോബിനെ തകർക്കുവാനായിട്ട് ആ സഹനങ്ങൾക്ക് ഇടയായില്ല. ആരെയും പറ്റി മുഖസ്തുതി പറയാത്ത ഒരു ജീവിതമായിരുന്നു ജോബിൻ്റേത്. ഉള്ളത് ഉള്ളതുപോലെ പറയുവാനായിട്ടുള്ള ചങ്കൂറ്റവും ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്നും പറയുന്ന പക്ഷപാതം കാണിക്കാത്ത നിലപാടുകളും മനുഷ്യജീവിതത്തെ, ആധ്യാത്മിക ജീവിതത്തെ പ്രകാശിപ്പിക്കുമെന്ന് ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സങ്കീർത്തകൻ 12-ാം സങ്കീർത്തനത്തിൽ 2-3 തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: ഓരോരുത്തനും അയൽക്കാരനോട് സത്യം പറയുന്ന അസത്യം പറയുന്നു, അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വിമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയും എന്ന് വചനം പറയുന്നു. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ, സഭാ ശുശ്രൂഷ മേഖലകളിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ ഒരു തിന്മ എന്ന് പറയുന്നത് മുഖസ്തുതിയാണ്. ഒരു വ്യക്തി ഒരു തിന്മ ചെയ്തിട്ടും അത് തിന്മയാണെന്ന് പറയാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നീ മുഖസ്തുതി എന്ന പാപം എന്ന തിന്മ ചെയ്യുകയാണ്. ഒരു വ്യക്തിയെ മുറിപ്പെടുത്തുന്ന, ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ തകർക്കുന്ന, ഒരു വ്യക്തിയുടെ നന്മയെ തകർക്കുന്ന ഒരു പ്രവൃത്തി കണ്ടിട്ടും അത് എനിക്കിഷ്ടപ്പെട്ട വ്യക്തി ചെയ്തതുകൊണ്ട് അത് കുഴപ്പമല്ല, അത് ശരിയാണ് എന്ന് നീ പറയുമ്പോൾ നീ ചെയ്യുന്നത് മുഖസ്തുതിയാണ്. അത് ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണെന്ന് തിരിച്ചറിയണമെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ 5-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ ഇപ്രകാരമാണ്: അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, എപ്പോഴും അത് ചിലരുടെ ഒരു ദൗർബല്യമാണ്, ഒരു തിന്മയാണ്. എല്ലായ്പ്പോഴും ഇഷ്ടമുള്ളവർ പറയുന്നതൊക്കെ മുഖസ്തുതി. കാരണം അവരെന്ത് ചെയ്താലും മുഖസ്തുതിയിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ഒരു നേർച്ച സദ്യയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാകുവാനായിട്ടിടയായി. ആ നേർച്ച സദ്യ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അതിലെ ഒരു കൺവീനറിനെ കൂടെയുണ്ടായിരുന്ന ഒരാൾ തെറി പറയുകയും ഒന്ന് അടിക്കുകയും ചെയ്തു. പെട്ടെന്ന് അത് പ്രശ്നമായി, അത് ആൾക്കാർ തമ്മിൽ സംസാരമായി. ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യം സംസാരിക്കാനായിട്ടൊക്കെ അങ്ങനെ ഒരുമിച്ചൊരു ചർച്ചയ്ക്ക് കൂടാനായിട്ടിടയായി. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടിച്ച ചെറുപ്പക്കാരൻ അവൻ ചെയ്തത് തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം അവൻ്റെ കൂടെയുള്ള, അവനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്തവർ പറഞ്ഞു, കൊള്ളാം, നീ ചെയ്തതാണ് ശരി, അവന് 2 അടി കിട്ടേണ്ടതായിരുന്നു, അവൻ്റെ ജാട കണ്ടോ, കാരണം അവന് എല്ലാറ്റിനും ഭയങ്കര ജാടയാണ്, അതുകൊണ്ട് നീ ചെയ്തതാ ശരി എന്ന് പറഞ്ഞ് കുറേ പേര് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ അടികൊണ്ട വ്യക്തി എന്ന് പറയുന്നത് അവൻ യഥാർത്ഥത്തിൽ അവിടെ നീതിപൂർവം അവിടെ പ്രവർത്തിച്ചതായിരുന്നു. ഇവരുടെ തെറ്റായ നിലപാടുകൾ
അത് അവിടെ നടക്കാതിരിക്കാൻ തക്ക വിധം ഒരു പ്രിപ്പറേഷനൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ കൃത്യതയോടെ ചെയ്യുവാനായിട്ട് ഈ വ്യക്തി നിലപാടെടുത്തത് കൊണ്ട് അവരുടെ തിന്മകൾ, അവർ ചെയ്യുന്ന മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന തിന്മ പ്രവൃത്തികൾ ഈ വർഷം അത് നടക്കാതിരിക്കത്തക്ക വിധം അതിൻ്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് അവർക്കൊരു വെറുപ്പ് ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ആ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവനെ അടിച്ചു കഴിഞ്ഞപ്പോൾ അവരത് ഈ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഇത് മുഖസ്തുതിയുടെ ഒരു മറുഭാഗമാണ്. കാരണം നീ ചെയ്തത് ശരിയാണ്, നീ കൊടുക്കുന്നത് ശരിയാണ്, കാരണം മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു വ്യക്തിയെ നശിപ്പിക്കുകയാണ്. ആ വ്യക്തിയുടെ നന്മയിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതയെ നമ്മൾ അടച്ചു കളയുകയാണ് മുഖസ്തുതി പറയുമ്പോൾ. ഒരു വ്യക്തി ദൈവം ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് വളരാതിരിക്കുവാൻ നമ്മുടെ മുഖസ്തുതികൾ കാരണമാകുന്നുണ്ടെങ്കിൽ മുഖസ്തുതി പറയുന്നവനെ ദൈവം അന്ത്യനാളിൽ കണക്ക് ചോദിക്കുമെന്ന് പറയുകയാണ്. നിൻ്റെ ഓരോ വാക്കിനും അന്ത്യവിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ദൈവം. കാരണം നിൻ്റെ വാക്ക് അതേ എങ്കിൽ അതേ എന്നോ അല്ല എങ്കിൽ അല്ല എന്നോ ആയിരിക്കണം. മറ്റുള്ളതൊക്കെ ദുഷ്ടനിൽ നിന്ന് വരുന്നുവെന്ന് കർത്താവ് പറയുകയും മനുഷ്യർ പറയുന്ന ഓരോ വാക്കിനും അന്ത്യവിധിയിൽ ന്യായം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കത്തക്ക വിധം നന്മയുടെ വാക്കുകൾ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നും ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഖസ്തുതി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള നന്മയെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മകളെയും നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്, നശിപ്പിക്കുകയാണെന്ന് ഈ ദിനത്തിൽ തിരിച്ചറിയണം. സങ്കീർത്തകൻ വീണ്ടും പറയുന്നുണ്ട്, 5-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, കാരണം ഈ തിന്മ ചെയ്യുന്നവരുടെ അധരങ്ങളിൽ സത്യമില്ല. മുഖസ്തുതി പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അവൻ്റെ അധരങ്ങളിൽ സത്യമില്ലാത്തത് കൊണ്ടാണ് മുഖസ്തുതി പറയുന്നത്. യഥാർത്ഥം അറിയാം. അല്ലെങ്കിൽ ചിലർ വെറുതെ മുഖസ്തുതി മറ്റുള്ളവരുടെ പ്രീതി കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുവാനായിട്ട് അവരെന്ത് ചെയ്താലും മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രസംഗം, ആ പ്രസംഗം വളരെ മോശമായിരുന്നു, അരോചകമായിരുന്നു, അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് ചേരാത്ത ഒരു പ്രസംഗമായിരിക്കും ഒരാൾ നടത്തിയത്. അപ്പോൾ ആ പ്രസംഗം നടത്തിയ ആ വ്യക്തിയോട് സ്നേഹത്തോടെ നമ്മൾ കാരണം ആ സാഹചര്യത്തിന് ചേർന്ന പ്രസംഗമല്ല, പ്രസംഗം നന്നായിരുന്നു, പക്ഷേ അവിടെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത്, ഇന്ന കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്രസംഗം വളരെ നന്നാകുമായിരുന്നു എന്ന് പറയേണ്ടതിന് പകരം ഒറ്റയടിക്ക് ഏറ്റവും നല്ല സൂപ്പറായിരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു മുഖസ്തുതിയുടെ തലത്തിൽ തരം താഴുകയാണ്. അപ്പോൾ ആ പ്രസംഗിച്ച വ്യക്തിക്ക് അല്പം കൂടെ വളരുവാനായിട്ടുള്ള സാധ്യതകൾ ഈ മുഖസ്തുതിയിലൂടെ അടയപ്പെടുകയാണ്. തിരുത്താനായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ ആ വ്യക്തിയോട് സംസാരിച്ചിരുന്നുവെങ്കിൽ അടുത്ത നാളുകളിൽ ആ വ്യക്തിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ജീവിതശൈലിയിലും നന്മ പുറപ്പെടുവിക്കുവാനായിട്ട് കാരണമാകും. അതുകൊണ്ട് മുഖസ്തുതി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും തകർക്കുന്ന ഒരു തിന്മയാണ്. അത് ആരെ കണ്ടും നമ്മൾ ആരുടെയും പ്രീതി നേടാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയപ്പെട്ട് നമ്മൾ ഈ തിന്മ ചെയ്യാനായിട്ട് പാടില്ല. ചിലർ വിചാരിക്കും ഒരു തെറ്റ് കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ അവനെന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കും. അതുകൊണ്ട് വെറുതെ നമ്മൾ ആ വ്യക്തിയുടെ പ്രീതിക്ക് വേണ്ടി, ആ വ്യക്തിയുടെ അംഗീകാരത്തിന് വേണ്ടി മുഖസ്തുതി പറഞ്ഞ് നടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ചില മാതാപിതാക്കൾ മക്കളുടെ മേൽ മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. മക്കളുടെ കുറവുകളെ അത് അംഗീകരിക്കാതെ, മക്കളുടെ ബലഹീനതകളെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തിരുത്തുവാനായിട്ട് നിലപാടുകൾ എടുക്കാതെ മുഖസ്തുതി പറയുന്നവരെ കാണാം. മക്കളുടെ ഏതെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ കൂടെയുള്ളവർ ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നുമല്ല, അത് ഏറെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ വെറുതെ ന്യായവാദം നടത്താനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുഖസ്തുതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ കൊല്ലുകയാണ്, തകർക്കുകയാണ്. തിരുത്തി അവർ വളർന്നു വരുവാനായിട്ട് തെറ്റുകൾ മാറ്റിക്കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മൾ നീതിപൂർവം സംസാരിക്കണം. മുഖസ്തുതിയുടെ കാപട്യം നിറഞ്ഞ വാക്കുകൾ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. കാരണം ഈ മുഖസ്തുതി പറയുന്നവൻ്റെ വാക്ക് ദുഷ്ടതയും വഞ്ചനയുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നിൻ്റെ ഉള്ളിൽ നിന്ന് ദുഷ്ടതയും വഞ്ചനയുമാണ് ഈ മുഖസ്തുതിയായിട്ട് കടന്നു വരുന്നത്. യാഥാർത്ഥ്യത്തോടെ പറയുക. സങ്കീർത്തനം 49:18 പറയുകയാണ്,
ജീവിതകാലത്ത് സന്തുഷ്ടനെന്ന് കരുതിയെങ്കിലും അവൻ്റെ ഐശ്വര്യം കണ്ട ആളുകൾ അവനെ സ്തുതിച്ചുവെങ്കിലും അവൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും. ചിലരുടെയൊക്കെ കാരണം ലോകത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ സമ്പത്തും ഇതൊക്കെ നേടി വളഞ്ഞ വഴിയിലൂടെയൊക്കെ സമ്പത്ത് നേടിയ വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ സമ്പത്തിൽ അഭിമാനിച്ച് അഹങ്കരിച്ച് തെറ്റായ വഴികളിലൂടെ സമ്പത്ത് നേടുന്നതെന്ന് അറിഞ്ഞിട്ട് കൂടി ആ വ്യക്തിയുടെ തെറ്റിനെ തിരുത്താൻ തക്ക വിധം നമ്മൾ നേരായ രീതിയിൽ സംസാരിക്കാതെ നിങ്ങൾ പോയ വഴിയാണ് ശരി, നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ്, നിങ്ങൾ വളരെ നന്നായിരിക്കുന്നു, നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു, ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നന്മയാണെന്ന് പറയുമ്പോൾ അത് മുഖസ്തുതിയുടെ തലത്തിൽ അത് തരം താഴുകയാണെന്ന് തിരിച്ചറിയണം. സങ്കീർത്തനം 70:26 വചനം പറയുകയാണ്, അവരുടെ സ്തുതി കപടമായിരുന്നു, അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പ്രശംസിക്കാം, പ്രോത്സാഹിപ്പിക്കാം, പക്ഷേ അത് ശരിയായ രീതിയിലായിരിക്കണം. നുണ വെച്ചുകൊണ്ട് ഒരാളെ പ്രശംസിക്കുമ്പോൾ നുണയുടെ ശരിയായ ബോധ്യം അറിയാം. നമുക്കറിയാം ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം ഈ പ്രവൃത്തിയിൽ എത്രമാത്രം നന്മയുണ്ടായിരുന്നു, എത്രമാത്രം കുറവുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയിൽ എത്ര നന്മയുണ്ടായിരുന്നു, അതിലെത്ര കുറവുണ്ടായിരുന്നു എന്ന് എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ശരിയായി അതിനെ സംസാരിക്കാതെ അത് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുഖസ്തുതിക്ക് നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നന്മ ആ സമൂഹത്തിൽ കടന്നു വരാൻ നമ്മൾ തടസ്സം സൃഷ്ടിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ വല്ലാത്ത പ്രശ്നം. കാരണം അവനെ പള്ളിയിൽ പോകാനായിട്ട് അവന് വല്ലാത്ത മടിയായി. വീട്ടിൽ അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ പള്ളിയിൽ പോകുന്നില്ല, എല്ലാം നിർത്തിയച്ച. കാരണം പള്ളിയിൽ പോയിട്ട് കാരണം ഞാൻ ഇത്രയും യൂത്തിലും അതുപോലെ തന്നെ പള്ളിയിലെ കമ്മിറ്റിയിലും ഒക്കെ ഒത്തിരി പ്രവർത്തിച്ചതാണ്, ഇനി ഞാൻ പള്ളിയിൽ പോകില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ അവന് മാതാപിതാക്കളോട് കയർക്കാനായിട്ട് തുടങ്ങി. മാതാപിതാക്കളും അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമായി. പള്ളിയിൽ പോകുന്നില്ല, കുർബാനയ്ക്ക് പോകുന്നില്ല, ഇനി ഒരിക്കലും ഇനി പള്ളിയുടെ കാല് ചവിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലപാടെടുത്ത് അവന് ഒതുങ്ങിക്കൂടുവാനായിട്ട് ചുരുങ്ങുവാനായിട്ടുള്ളൊരു സാഹചര്യത്തിലെത്തിയപ്പോൾ അവൻ്റെ വീട്ടുകാർ എന്നെ വിളിച്ചുകൊണ്ട് അവനുമായിട്ടൊന്ന് സംസാരിക്കണം അച്ഛാ, അവനെ തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ, അവൻ ആ പള്ളിയിലെ കാര്യങ്ങളിൽ ഒന്ന് പഴയതുപോലെ നന്നായിട്ട് കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മാതാപിതാക്കൾ എന്നെ വിളിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞത്, അവൻ യഥാർത്ഥത്തിൽ അവൻ നന്നായിട്ടൊരു കാര്യം ചെയ്തതായിരുന്നു. അവൻ്റെ ഉദ്ദേശശുദ്ധിയും അവൻ ചെയ്ത പ്രവൃത്തിയും തിരിച്ചറിയാതെ അവിടെ ഉണ്ടായിരുന്ന ആ ഇടവകയിലെ വൈദികൻ അവൻ്റെ കൂട്ടുകാർ പറഞ്ഞ നുണപ്രചരണങ്ങൾ കേട്ട് ആ തെറ്റായ മുഖസ്തുതിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ചു കൊടുത്തു. ഇവൻ്റെ ഭാഗത്തെ കുറവുകൾ പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇവൻ ശരിയാണെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ തക്കവിധം ചിലരുടെ മുഖസ്തുതി ഈ വൈദികനെ സ്വാധീനിച്ചു. ഈ വൈദികൻ്റെ അടുത്ത് വന്നിട്ട് ചിലർ കാപട്യത്തോടെ മുഖസ്തുതിയുടെ വാക്കുകൾ പറഞ്ഞു. കാരണം അവർക്ക് അവരുടെ കൂടെയുള്ള ചിലരുടെ തിന്മ പ്രവൃത്തികളെ ന്യായീകരിക്കാനായിട്ട് അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പള്ളിയിൽ ഇത്ര സംഭാവനകൾ തരുന്നവരാണ്, അതുകൊണ്ട് ഇവർ ചെയ്യുന്നതാണ് ശരി, ഇവരിത്രയും വർഷങ്ങളായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, കാരണം അവൻ ചെയ്തതാ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് വൈദികനോട് ചെന്ന് മറ്റുള്ളവർ നുണക്കഥകൾ പറഞ്ഞു, മുഖസ്തുതി പറഞ്ഞു. കാരണം ഈ തിന്മ പ്രവർത്തിച്ച വ്യക്തിയെക്കുറിച്ചുള്ള കുറവുകൾ കൃത്യതയോടെ പറയാതെ ആ തിന്മ പ്രവർത്തിച്ച വ്യക്തിയെക്കുറിച്ച് മുഖസ്തുതി പറഞ്ഞു, ഇല്ലാത്ത നന്മകൾ പെരുപ്പിച്ച് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ വൈദികൻ അറിയാതെ അത് കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കാതെ അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്താതെ പെട്ടെന്ന് ഇവനെ വിളിച്ച് ആദ്യം ഇവനെ ഒന്ന് ഷൗട്ട് ചെയ്തു, നീ കാണിച്ചത് തെറ്റാണ്, നീ എന്താണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവനോട് ഷൗട്ട് ചെയ്തപ്പോൾ അവനത് വല്ലാത്തൊരു വേദനയായി, അവന് വല്ലാത്തൊരു പ്രയാസമായി. കാരണം എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയില്ലല്ലോ, എൻ്റെ ത്യാഗം, എൻ്റെ സമയവും എൻ്റെ കഴിവും എല്ലാം ഈ നന്മയ്ക്ക് വേണ്ടി ഈ പള്ളിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് അച്ഛനത് മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ആ വേദന കൊണ്ട് അവൻ പറഞ്ഞു, ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ഈ ഒരു മനോഭാവത്തോടെയാണ് അവൻ വീട്ടിൽ ആയിരുന്നത്, പള്ളിയിൽ പോകാതെ ഇരിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് മാതാപിതാക്കൾ തിരിച്ച് പള്ളിയിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ എന്നെ വിളിച്ചു കൊണ്ടുപോയത്. ഞാൻ അവനോട് സ്നേഹത്തോടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞുടാ, ചിലരുടെ മുഖസ്തുതിയാണ് ഈ പ്രശ്നത്തിന് കാരണം, നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ദൈവം നിന്നെ കാണുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിലുള്ളവരുടെ
പ്രശസ്തിക്ക് വേണ്ടിയോ ഈ ലോകത്തിലുള്ളവർ തരുന്ന പ്രശംസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ നന്മ പ്രവൃത്തികൾ ചെയ്യേണ്ടത്. നീ ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. നീ പള്ളിയിൽ ചെന്നിട്ട് ത്യാഗപൂർവ്വം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈശോ കണ്ടിട്ടുണ്ട്. ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അത് മുന്നോട്ട് പോവുക. നീ പള്ളിയിൽ വരണം, നീ പള്ളിയിൽ പോകണം, നീ പ്രാർത്ഥിക്കണം, പഴയതുപോലെ നന്മ പ്രവൃത്തികളിൽ നീ തുടരണം. നീ മനസ്സ് മടുത്ത് അതിൽ നിന്ന് പിന്മാറരുത്. നീ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞാൻ അവനോട് പറഞ്ഞ് അവനെ ഒന്ന് സമാധാനിപ്പിച്ചു. അവനെ തിരിച്ച് വീണ്ടും ആ ഇടവകയിലെ പള്ളിയോട് ചേർന്ന് നടക്കുവാൻ, അച്ഛനോട് ഐക്യപ്പെടുവാനായിട്ട് അവന് ബോധ്യം കൊടുത്തു. അവൻ ചെന്ന് അച്ഛനോട് എല്ലാം, കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നിട്ട് കൂടി അവൻ അച്ഛനുമായിട്ട് ചെന്ന് സംസാരിച്ചു, രമ്യതപ്പെട്ടു. പള്ളിയിൽ പഴയതുപോലെ തീഷ്ണതയിൽ അവൻ തിരിച്ചു വന്നു. പ്രിയമുള്ളവരെ, ആ സമയത്ത് അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഞാനും ചെന്ന് ഈ പ്രശ്നത്തിൽ അവനോടൊപ്പം ഇടപെട്ട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ അവന് വേണമെങ്കിൽ ഒരു ദൈവനിഷേധിയായിട്ട് തരം തേടാമായിരുന്നു. പള്ളിയിൽ നിന്ന് അകന്ന് ഒരു ജീവിതത്തിലേക്ക് അവൻ്റെ ജീവിതം തകർന്നു പോകുമായിരുന്നു. ചിലരുടെയൊക്കെ മുഖസ്തുതികൾ ഇന്ന് അനേകരെ നന്മയിൽ നിന്ന് അകറ്റാനായിട്ട് കാരണമായിട്ടുണ്ട്. നന്മയെ നന്മയെന്നും തിന്മയെ തിന്മയെന്നും പറയാതെ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും പറയുന്നവന് ദുരിതമെന്നാണ് ദൈവവചനവാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് കൃത്യതയോടെ. നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും പറയുന്നവന് ദുരിതം. മുഖസ്തുതി പറയുമ്പോൾ യഥാർത്ഥത്തിൽ നന്മയെ ഒരുവൻ തിന്മയെന്നും തിന്മയെ നന്മയെന്നുമെന്ന് പറയുകയാണെന്ന് തിരിച്ചറിയണം. നന്മയെ നന്മയെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ശരിയായ വാക്കാണ്, ശരിയായ പ്രവൃത്തിയാണ്. അത് മുഖസ്തുതിയല്ല. മുഖസ്തുതി ആകുന്നത് എപ്പോഴാണ്? ഒരു തിന്മയെ അത് തിന്മയായി കരുതാതെ നന്മയെന്നും, ഒരു നന്മയെ അത് ആര് ചെയ്താലും, അത് ശത്രു ചെയ്താലും അത് നന്മയാണെന്ന് പറയാതെ അത് തിന്മയെന്ന് പറയുമ്പോൾ അത് മുഖസ്തുതിയുടെ തലത്തിൽ ഒരു വ്യക്തി അടിമപ്പെടുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 70-ാം അധ്യായം 36 പറയാണ്, എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു, അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. മുഖസ്തുതി എന്ന് പറയുന്നത് നുണയാണ്. യാക്കോബ് ശ്ലീഹ പറയും, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹ പറയും, സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പരിപൂർണനാണ്. നിൻ്റെ സംസാരം അതേയെങ്കിൽ അതേ എന്നായിരിക്കണം, അല്ല എങ്കിൽ അല്ല എന്നായിരിക്കണം. യാഥാർത്ഥ്യമാണെങ്കിൽ അച്ഛാ അങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിൽ ആരോട് സംസാരിക്കുമ്പോഴും യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കുക. മുഖസ്തുതിയുടെ പ്രലോഭനത്തെ നീ കീഴ്പ്പെടുത്തുവാനായിട്ട് തയ്യാറാകണം. സുഭാഷിതങ്ങൾ 20:19 വചനം പറയുകയാണ്, ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗം അരുത്. മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ബുദ്ധിശൂന്യമായി സംസാരിക്കുക. എന്ത് ചെയ്താലും പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ കൊള്ളാം വളരെ നന്നായിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്ത്രം ധരിച്ചു വരികയാണ്, ആ വസ്ത്രം യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിന് ചേരുന്നതല്ല. അതിനേക്കാൾ ഉപരി ആ വസ്ത്രം മറ്റുള്ളവരെ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പോലും അത് കൃത്യതയോടെ ആ വ്യക്തിയോട് പറയാതെ, കൊള്ളാം വളരെ നന്നായിരിക്കുന്നു, നല്ല വസ്ത്രമാണ്, ഇതെവിടെ നിന്ന് വാങ്ങിച്ചു? ആ വസ്ത്രം ധരിക്കുന്നത് മൂലം അനേകരെ പാപത്തിൽ വീഴ്ത്തുന്നുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ പറയേണ്ടതാണ്, ഈ വസ്ത്രം നിനക്ക് ചേർന്നതല്ല, ഈ ഫാഷൻ നിനക്ക് ചേർന്നതല്ല, പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെയല്ല വരേണ്ടത് എന്ന് പറയേണ്ടതിന് പകരം അത് പറയാതെ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഖസ്തുതി പറയുമ്പോൾ നീ കർത്താവിന് മുമ്പിൽ പാപം ചെയ്യുകയാണ്. ഒരുപക്ഷെ നീ വിചാരിക്കും അത് തിരുത്തുക, കാരണം ഈ വസ്ത്രം ശരിയല്ല, ചേർന്നതല്ല, നല്ല വസ്ത്രമായിരിക്കണം, അല്ലെങ്കിൽ അല്പം കൂടെ ഡീസൻ്റായ ഒരു വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരണമെന്ന് പറയുമ്പോൾ നീ ആ വ്യക്തിയെ വിശുദ്ധിയിലും നന്മയിലും വളർത്തുന്ന വ്യക്തിയായിട്ട് മാറും. അതല്ലെങ്കിൽ മുഖസ്തുതി പറയുമ്പോൾ ആ വ്യക്തി കൂടുതൽ മോശകരമായ രീതിയിലേക്ക് നീങ്ങും. ഇപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഇടർച്ചയിലേക്ക് നയിക്കുന്ന ചെറിയ രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് പറയാതെ മുഖസ്തുതി പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ വ്യക്തി അതിനേക്കാൾ മ്ലേച്ഛകരമായ മോശകരമായ വസ്ത്രധാരണയിലേക്ക് അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം ആ വ്യക്തിയോട് കണക്ക് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ആദ്യം നിന്നോട് കണക്ക് ചോദിക്കും. കാരണം നീ ആ തക്ക സമയത്ത് മുഖസ്തുതി പറയാതെ തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, സ്നേഹത്തോടെ തിരുത്തലുകൾ നീ പറഞ്ഞിരുന്നുവെങ്കിൽ ആ വ്യക്തിയിൽ രൂപാന്തരീകരണം വരുമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മുഖസ്തുതി പറഞ്ഞ് മറ്റുള്ളവരെ തകർക്കാതിരിക്കാം. സുഭാഷിതങ്ങൾ 25-26 പറയാം, ദുഷ്ടന് വഴങ്ങുന്ന നീതിമാൻ കലങ്ങിയ അരുവിയോ മലിനമായ ഉറവയോ പോലെയാണ്. കാരണം ദുഷ്ടനാണ്, മുഖസ്തുതി പറയുന്നവൻ ദുഷ്ടനാണ്. ആ ദുഷ്ടൻ പറയുന്ന വാക്ക് കേട്ട് നമ്മൾ നിലപാട് എടുത്താൽ ആ നിലപാടുകൾ മറ്റുള്ളവരെ തകർച്ചയിലേക്ക് കൊണ്ടുവരും. സുഭാഷിതങ്ങൾ 24, 25 വാക്യങ്ങൾ 24-ാം അധ്യായത്തിൽ 24-25 ഇപ്രകാരമാണ്, കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്നും
പറയുന്നവനെ ജനങ്ങൾ ശപിക്കും, ജനങ്ങൾ അവനെ വെറുക്കും. ഇന്നൊരു പക്ഷേ മുഖസ്തുതി കൊണ്ട് ഒരു പക്ഷേ ആദ്യമൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നേടാനായിട്ട് പറ്റും. മുഖസ്തുതി കൊണ്ട് പലതും നമുക്ക് മറച്ചു വയ്ക്കാനായിട്ട് പറ്റും. കാരണം വചനം പറയുക, കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് മുഖസ്തുതിയുടെ പറയുന്ന മനുഷ്യൻ പറയും. എന്നാൽ വചനം പറയുകയാണ്, നാളുകൾ കഴിയുമ്പോൾ നീ പറഞ്ഞ മുഖസ്തുതി പുറമെ വരും, പുറത്ത് യാഥാർത്ഥ്യം വരും. നീ ഒരു പക്ഷേ ഒരു കുറ്റവാളിയെ, ഒരു തെറ്റ് ചെയ്ത തിന്മ പ്രവൃത്തി ചെയ്തവനെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്ന തിന്മ ചെയ്യുന്ന വ്യക്തികളെ, കുഴപ്പമില്ല, നല്ലതാണ്, അത് നിരപരാധിയാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് മുഖസ്തുതി പറഞ്ഞ് ആ തിന്മ പറഞ്ഞ വാക്കുകൾ പറഞ്ഞ് തിന്മയിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യം ദൈവം വെളിച്ചത്ത് കൊണ്ടുവരും. ജനങ്ങൾ ഈ മുഖസ്തുതി പറഞ്ഞവനെ വെറുക്കും എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മുഖസ്തുതി പറഞ്ഞ് മറ്റുള്ളവരെ തിന്മയിലേക്ക് വിടാതെ തിന്മയെ തിന്മയായി, നന്മയെ നന്മയായി കണ്ട് യാഥാർത്ഥ്യബോധത്തോടെ സംസാരിക്കുവാനായിട്ട് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം. സുഭാഷിതങ്ങൾ 26-28 പറയുക, കള്ളം പറയുന്നത് അതിന് ഇരയായവരെ വെറുക്കുകയാണ്, മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു. മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് വിലയിരുത്തിയിട്ട് എന്ത് സംസാരിക്കുമ്പോഴും നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദിക്കണം, ഇത് മുഖസ്തുതി ആണോ അതോ യാഥാർത്ഥ്യമാണോ? ഞാനൊരു വ്യക്തിയോട്, എനിക്കിഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ തിന്മയെ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു. ഇന്ന് പലരുടെയും കുടുംബ ബന്ധങ്ങളിൽ തകരുവാനായിട്ടുള്ള കാരണം എന്താണ്? ചിലരുടെ മുഖസ്തുതിയാണ്. ഒരുപക്ഷെ ജീവിത പങ്കാളി, ഒരു പങ്കാളിയുടെ കുറ്റം, ആ കുറവ് യാഥാർത്ഥ്യബോധത്തോടെ ആ പങ്കാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അത് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാതെ, നീ ചെയ്തതാ ശരി, കുഴപ്പമില്ല, നിൻ്റെ ഭാഗത്താ ന്യായം എന്ന് അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുഖസ്തുതിയാണ്. തിരുത്തുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. മുഖസ്തുതി പറയുമ്പോൾ വ്യക്തികൾക്ക് വളർച്ചയുണ്ടാകില്ല. മുഖസ്തുതികൾ പറയുമ്പോൾ വ്യക്തികൾക്ക് തിരുത്താനായിട്ടുള്ള സാധ്യതകളെ നമ്മൾ അടച്ചു കളയുകയാണ്. ഒരു വ്യക്തി കുറവുകൾ തിരുത്തി നന്മയിലേക്ക് വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നന്മയിലേക്ക് വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മുഖസ്തുതി എന്ന തിന്മ അവസാനിപ്പിച്ച് സ്നേഹത്തോടെ, നല്ല ബോധ്യത്തോടെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് സ്നേഹത്തോടെ ബോധ്യം കൊടുക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കണം. സുഭാഷിതങ്ങൾ 28-23 മുഖസ്തുതി പറയുന്നവരേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാകുന്നത്. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാകുന്നത്. സുഭാഷിതങ്ങൾ 28-23 നമ്മൾ ഒരു തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയാനായിട്ട് കഴിയണം. അതാര് തന്നെയായാലും തെറ്റാണെന്ന് സ്നേഹത്തോടെ പറയേണ്ട രീതിയിൽ പറയണം. അതല്ലാതെ ആ വ്യക്തിയുടെ പ്രീതി നഷ്ടപ്പെടാതിരിക്കുവാൻ, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കാതിരിക്കുവാൻ, ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലുമൊക്കെ നന്മകൾ, ഏതെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ തെറ്റിനെ ന്യായീകരിക്കുന്ന വ്യക്തിയായി, മുഖസ്തുതി പറയുന്ന വ്യക്തിയായി നമ്മൾ തരം താഴാനായിട്ട് ഒരിക്കലും പാടില്ല. പ്രിയമുള്ളവരെ, വചനം പറയുക, മുഖസ്തുതി പറയുന്നവൻ ശാസിക്കുന്നവനേക്കാൾ പിന്നീട് പ്രീതിപാത്രമാകുമെന്നാണ് വചനം പറയുന്നത്. ഇന്ന് നമ്മൾ മുഖസ്തുതി പറയാതെ തെറ്റ് തിരുത്തി ഒരാളെ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിയാൽ ആ വ്യക്തി നമ്മളെ എപ്പോഴും ഓർക്കും. മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ കാപഢ്യത്തെ, നീ ആരോടാണ് മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ തിരിച്ചറിയും. അത് നിനക്ക് തന്നെയാണ് നഷ്ടം. സുഭാഷിതങ്ങൾ 29:5 അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവൻ്റെ കാലിന് കെണിയൊരുക്കുകയാണ്. അയൽക്കാരോട് ചിലപ്പോൾ മുഖസ്തുതി പറയും. നമുക്കറിയാം, ചിലപ്പോൾ ഒരു വീട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീട് വയ്ക്കാൻ പോകുമ്പോൾ ആ അയൽക്കാരൻ്റെ സാമ്പത്തിക അവസ്ഥയും ഇതെല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇത്രയും വലിയ വീട് വയ്ക്കാൻ പോയാൽ ഇവൻ കടത്തിൽ ചെന്ന് തകർന്നു പോകും, ഇതിൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക പരാധീനതയുണ്ടാകും. ഇതറിയാവുന്ന വ്യക്തി അത് കൃത്യതയോടെ പറയാതെ, ഇത് കൊള്ളാം കേട്ടോ, ഈ പ്ലാന് വളരെ നന്നായിരിക്കുന്നു, കുഴപ്പമില്ല, ഈ രീതിയിൽ തന്നെ കെട്ടിക്കോ, ഈ രീതിയിൽ കെട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും, മുഖസ്തുതി വളരെ ഭംഗിയായിരിക്കുന്നു, ഇതുപോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുഖസ്തുതി പറഞ്ഞ് ആ വ്യക്തിയെ നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു വിട്ടാൽ അത് തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. നമുക്കറിയാം, കർത്താവ് ഒരു ബോധ്യം തന്നിട്ട് അത് ശരിയായ രീതിയിൽ നമ്മൾ തിരുത്താനായിട്ട് തയ്യാറാകാതെ
നമ്മൾ മുഖസ്തുതി പറഞ്ഞ് മറ്റുള്ളവരെ തകർക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ കുടുംബങ്ങളെ തകർക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ തകർക്കാൻ പാടില്ല, ആധ്യാത്മിക ജീവിതത്തിലെ നന്മകളെ മുഖസ്തുതി പറഞ്ഞ് തകർക്കാനായിട്ട് പാടില്ല. യൂദായുടെ ലേഖനത്തിൽ 16 പറയുകയാണ്, 16-ാം വാക്യം, അവർ പിറുപിറുക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്കൊത്തവിധം നടക്കുന്നവരും വമ്പു പറയുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. കാരണം മുഖസ്തുതി പറയുന്നവർ എപ്പോഴും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി നിന്നോട് മുഖസ്തുതി പറയുന്ന രീതിയിൽ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ മുഖസ്തുതിയുടെ വാക്കുകൾ കാര്യമായി ഗൗനിക്കാതെ നീ നിന്നെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. എല്ലാവരും നിന്നെ മുഖസ്തുതി പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴും നിൻ്റെ ജീവിതത്തെ നീ ആത്മപരിശോധനയ്ക്ക് ഇടയാക്കണം. കൂടെ നടക്കുന്ന സൗഹൃദങ്ങളിൽ എപ്പോഴും മുഖസ്തുതി മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ ആ മുഖസ്തുതിയുടെ മായാലോകത്തിലായിരുന്നാൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകും, കുറവുകളുണ്ടാകും. ഏത് സമയത്താണ് കെണിയിൽ നിന്ന് വീഴുന്നതെന്ന് കെണിയിൽ വീഴുന്നതെന്ന് അറിയാതെ നീ ചെന്ന് കെണിയിൽ വീഴാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് മുഖസ്തുതികളിൽ മയങ്ങാതെ യാഥാർത്ഥ്യബോധത്തോടെ തെറ്റുകൾ തിരുത്തുന്നവരെ സ്നേഹിക്കുക. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരെ നീ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മുഖസ്തുതി പാടുന്നവരെ മാത്രം സ്നേഹിക്കുകയും അവർ ചോദിക്കുന്നതൊക്കെ നീ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജീവിതമാണെങ്കിൽ ഈ ദിനത്തിൽ അത് മാറ്റി എഴുതുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ആ ജീവിതത്തെ ഒന്ന് ശരിയായ തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിശാചിൻ്റെ പ്രവൃത്തിയാണ് മുഖസ്തുതി. പിശാചിൻ്റെ പ്രവൃത്തിയാണ് മുഖസ്തുതി. കാരണം മുഖസ്തുതി അത് നുണയാണ്. നുണ പറയുന്നത് പിശാചാണ്. പിശാചിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവൻ നുണയനും നുണയൻ്റെ പിതാവും എന്നാണ്. പ്രിയപ്പെട്ട ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതം നുണ പറയുന്ന മുഖസ്തുതി പറയുന്ന ജീവിതമായി തരം താഴ്ത്താതെ തെറ്റിനെ തെറ്റായിട്ട് ശരിയായ പരിശുദ്ധാത്മാവിൻ്റെ വിവേകത്തോടെ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് അത് കൃത്യതയോടെ പറയുവാനായിട്ട് സാധിക്കണം. നമ്മുടെ നാവ് തിന്മയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കുക, പിശാചിന് വിട്ടുകൊടുക്കാതിരിക്കുക. പിശാചിൻ്റെ പ്രവൃത്തിയാണ് നുണ. മാതാപിതാക്കളെ പറ്റിച്ച് പാപത്തിൽ കൊണ്ടെത്തിച്ചതും ഈ മുഖസ്തുതിയല്ലേ? മാതാപിതാക്കളെ പിശാച് നുണയുടെ രൂപത്തിലല്ലേ കടന്നു ചെന്നത്? നിങ്ങൾ ഈ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഇന്ന് പലരും തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് മുഖസ്തുതികളിലൂടെയാണ്. ഒരു തെറ്റിനെ നമ്മൾ മുഖസ്തുതിയിലൂടെ അവരുടെ ജീവിതങ്ങളിൽ തെറ്റുകളുടെ കൂമ്പാരം വാരി വിതറുകയാണ് മുഖസ്തുതിയിലൂടെ. നമുക്ക് ഈ മുഖസ്തുതി അവസാനിപ്പിക്കാം. യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ കാണാം, യാഥാർത്ഥ്യബോധത്തോടെ നിലപാടുകൾ എടുക്കാം, യാഥാർത്ഥ്യബോധത്തോടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം പ്രകാശിച്ചു നിൽക്കും. മറ്റുള്ളവർക്കും നമ്മുടെ ജീവിതം ഒരു പ്രകാശമായിട്ട് മാറും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ വചനത്തിലൂടെ ദൈവം തന്ന ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും പറയുന്ന മുഖസ്തുതികൾ അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയപരമാർത്ഥതയോടെ, ഹൃദയവിശുദ്ധിയോടെ, നൈർമല്യത്തോടെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നിലപാടുകളും രൂപപ്പെടുത്താം. നമുക്ക് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളും പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തി അവരെ തിരുത്തുവാൻ സഹായിക്കാതെ തെറ്റുകൾ മറച്ചുവെച്ച് മുഖസ്തുതി പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിനത്തിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മറ്റുള്ളവർ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചു തന്നപ്പോൾ അവരെ വെറുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റുള്ളവർ ഞങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മുഖസ്തുതി കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ നടത്താതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെ ഓർത്ത് അനുതപിക്കുന്നു. കർത്താവെ, മുഖസ്തുതി കേട്ട് നാശത്തിൽ വീഴാതിരിക്കുവാനും മറ്റുള്ളവരോട് മുഖസ്തുതി പറഞ്ഞ് മറ്റുള്ളവരെ കെണികളിൽ കൊണ്ട് ആഴ്ത്താതിരിക്കുവാനും നന്മയെ നന്മയായി കാണുവാൻ, തിന്മയെ തിന്മയായി കാണുവാൻ, നന്മയുടെ വാക്കുകൾ ഉപയോഗിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ശരിയായവ കാണുവാൻ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ യാഥാർത്ഥ്യബോധത്തോടെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.